കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള ഏത് രൂപത്തിലാണ് ഇന്ന് ഭഗവാൻ കാത്തിരിക്കുന്നത് നമ്മളെ ഭക്തരെ എന്ന് നോക്കാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വരാം. അവിടെ വന്നിട്ട് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച്, അതേപോലെ ആലിനെയൊക്കെ ഒന്ന് മഞ്ജുളാലിനെ ഒന്ന് വലം വയ്ക്കാം. ആ ഗരുഡനെ ഒന്ന് കാണാം. വെങ്കല പ്രതിമയിലുള്ള ആ ഗരുഡനെ കാണാം. അങ്ങനെ അത് കണ്ട് അതിന് ശേഷം നേരെ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ആ തീയരമ്പലത്തിൻ്റെ അതൊക്കെ ഒന്ന് കാണാം. ഒരു കൽവിളക്ക് കാണാം. അതൊക്കെ കണ്ട് അതിലൂടെ അങ്ങനെ വരുമ്പോൾ പുതിയ ഗോപുരത്തിൻ്റെ മുകളിലുള്ള ആ ചിത്രപ്പണികളൊക്കെ കാണാം. അതൊക്കെ കണ്ട് നമുക്ക് നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ കണ്ട് തൊഴാം. അത്തിമര ഗണപതിയെ കണ്ട് തൊഴാന്നിപ്പം മഴ ദിവസമാണ്. പക്ഷേ ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അതിൻ്റെ തിരക്കല്ലാതെ വേറെ തിരക്കൊന്നുമില്ല. നല്ല മഴയാണ്. ഇനിയിപ്പോൾ 2-3 ദിവസം മഴയാണെന്നൊക്കെയല്ലേ പറയുന്നത്. എന്തായാലും മഴയച്ചാലും വലുതായിട്ടുള്ള തിരക്കൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല തിരക്കാണ്. രാവിലെ മുതൽ തന്നെ തിരക്കുണ്ട്. ഉദയാസ്തമന പൂജ ദിവസം പറയാനില്ലല്ലോ, എന്നും തിരക്കുണ്ടാവും. കാരണം ഒരു 5 മിനിറ്റ് തുറക്കും 10 മിനിറ്റ് അടയ്ക്കും എന്ന് പറഞ്ഞ പോലെ ആ ഒരു 18 പൂജയുടെ 15 പൂജയും വരെ അതായിരിക്കും. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. എന്തായാലും നമുക്ക് ഗണേശനെ കണ്ട് തൊഴുത് അങ്ങനെ വരാം. ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. അകത്തേക്ക് പോകുമ്പോൾ നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ആദ്യം തന്നെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കും. എന്തായാലും ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നല്ല കാഴ്ച നമുക്ക് കാണാം. ആ പൊന്നിൻ്റെ ആ ഒരു നെയ്വിളക്കിൻ്റെ പ്രഭ നമ്മളിലേക്ക് ഇങ്ങനെ കാണും. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം നമുക്കിങ്ങനെ കാണാം. അതിൻ്റെ മുകളിലുള്ള ആ കളഭാലങ്കാരം കാണാം. അങ്ങനെ നമ്മുടെ ഇടത്തെ ഭാഗത്തേക്കൊന്ന് നോക്കിയാൽ ആ നാരായണീയം രചിച്ച മേൽപ്പത്തൂരിനെ, നാരായണ ഭട്ടതിരിപ്പാടിനെ ഒന്ന് നോക്കാം. നേരെ കണ്ട് തൊഴാം, ഒന്ന് സ്മരിച്ച്. അതേപോലെ വലത്തെ ഭാഗത്തുള്ള ആ തൂണൊന്ന് നോക്കി തൊഴും ചെയ്യാം. അതിനുശേഷം നമ്മളിങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയായിട്ടാണ് കാണാനുള്ളത്. ഇന്ന് കാൽവളകളൊക്കെ കാണാണ്ട്, പിന്നെ ആ വെളുത്ത ആ ഒരു പട്ടിൻ്റെ, അതായത് വെള്ള കളറിലുള്ള കോടിമുണ്ടാണ് അങ്ങനെ ഉടുത്തിട്ടുണ്ട്. പിന്നെ അരമണിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, കൈവളകൾ വലത്തെ കയ്യിൽ ഗതയാണ് കേട്ടോ, ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഇടത്തെ കയ്യിലൊരു കലപ്പയുണ്ട്. അന്ന് ബലരാമസ്വാമിയാണ്. അത് മാത്രമല്ല, ഭൂമിയുടെ ഒരു ചിത്രം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് താഴത്ത്. ആ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഉഴയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും, മഴയൊക്കെ വന്നു, കർഷകർക്കൊക്കെ നല്ല വിത്തൊക്കെ ആവട്ടെ, നല്ല കൃഷിയൊക്കെ ലഭിക്കട്ടെ എന്നൊക്കെയാണ് ആ ഉദ്ദേശം എന്നാണ് തോന്നുന്നത്. നന്നായിട്ടുള്ള ഉഴയാണ്. ഇടത്തെ കൈ കൊണ്ട് നല്ല അമർത്തി പിടിച്ചിങ്ങനെ ഭൂമിയെ ഉഴുത് മറിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണെന്ന് ശ്രീലകത്ത് കാണാനുള്ളത്. ഏതായാലും മഴയാണ്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കർഷകർക്കും ഇനി പൊന്നിൻ ചിങ്ങം വരുമ്പോഴേക്കൊക്കെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് കൃഷി ഒക്കെ ഇറക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. അങ്ങനെ നോക്കുമ്പോൾ കലപ്പയൊക്കെ നന്നായിട്ട് കാണാണ്ടേ. അതേപോലെ ഗത ഒക്കെ കളപ്പം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ പൊന്നിൻ കിരീടം ഉണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ 2 ഉണ്ട്. തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. പിന്നെ ഒരു മുണ്ടമാലയുള്ളത്, തുളസിയും തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ള സമം പോലെ, അതായത് വെളുത്ത പൂവ് ധാരാളം, പിന്നെ കുറേശ്ശെ ഇടയിൽ തെച്ചിയുണ്ട്. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. മാറിൽ ആ ഒരു നെക്ലസ് പോലത്തെ ഒരു മാല ഉണ്ട്. ഒരു മുല്ലമൊട്ട് മാലയുണ്ട്. കണ്ണൻ തന്നെയാണെങ്കിൽ കൂടി ബലരാമസ്വാമിയുടെ ആ രൂപത്തിലാണ് അന്നത്തെ ഒരു കാഴ്ച. അപ്പോൾ വളരെ നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ അടുപ്പിച്ച് ബലരാമസ്വാമീനെ എങ്ങനെ കാണാണ്ട്. 2 ദിവസം മുൻപ് അതന്നെയായിരുന്നു. ബലരാമസ്വാമിയുടെ മുകളിൽ കയറിയിട്ട് വെണ്ണ എടുക്കുന്ന ഉണ്ണിക്കണ്ണനായിരുന്നു. പിന്നെ അതിൻ്റെ മുൻപും ബലരാമസ്വാമി ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കണ്ണൻ്റെ നിൽപ്പായിരുന്നു. എന്തായാലും നല്ല രസമായിട്ടാണ്
അന്നത്തെ കാഴ്ച. അപ്പോൾ നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ കാണുന്ന ബലരാമസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ട് തൊഴുതു. അവിടുന്ന് ഇങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ അഗ്നികോണിലുള്ള ഒരു ബലി തൂവുന്ന കല്ല് കാണാം. അങ്ങോട്ടൊന്ന് നോക്കി തൊഴുതു. തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. അതേപോലെ തിരിഞ്ഞ് നിന്നിട്ട് ഗോപുര തൂണിൻ്റെ അവിടെ ആലിലക്കണ്ണനെ കാണാം. ആലിലക്കണ്ണനെ കണ്ട് തൊഴുത്, സപ്തമാതാക്കളെ കണ്ട് തൊഴുത് നേരെ ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നാൽ ധാരാളം പൂക്കൾ കൊണ്ടൊക്കെ അർച്ചന ചെയ്തിട്ടുണ്ട്. അതേപോലെ കളഭം കൊണ്ട് ആ കൊമ്പ്, തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ വേറെ വേറെ വലിയ ചെവിയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് അലങ്കാരം പണിയിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ കണ്ടോളൂ, പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. കടാവളക്ക് കത്തി നിൽക്കുന്നുണ്ട്. സരസ്വതി ദേവിയുടെ ആ ഫോട്ടോൻ്റെ മുകളിൽ ഒരു കഴുങ്ങിൻ്റെ പൂക്കല കൊണ്ടുള്ള മാല ഉണ്ട്, അതും കാണാം. അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് ആ കോർണറിലെത്തിയാൽ ആ ഗണേശനെ കാണാം. ഗണേശനെയൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. പിന്നീട് മേൽശാന്തിയുടെ അവിടെ വന്ന് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ ആ വാമനാവതാരത്തിൻ്റെ രൂപം കാണാം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം, മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴാം. ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ കാണുന്നത് അനന്തശായിയായ അനന്തപത്മനാഭനെയാണ്. അവിടെയും കണ്ട് തൊഴുക. അവിടെയും ധാരാളം പൂക്കളിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. തുളസിപ്പൂവിനാണ് കൂടുതൽ, പിന്നെ താമരയുണ്ട്. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നമസ്കരിച്ചതിന് ശേഷം നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകൻ്റെ അവിടെ വരിക. മുരുകനെയൊക്കെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് കണ്ട് തൊഴാം. അവിടെ നിന്ന് ഒരു വെറ്റിലമാല മാത്രമേ ഉള്ളൂ, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ തൊഴുതോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ച് ഇറങ്ങി അവിടുന്ന് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം പടിഞ്ഞാറ് ഭാഗത്തുള്ള താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഗ്രില്ലിൻ്റെ ഉള്ളിലുള്ള മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്ത അറയിൽ അതാ കെടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു, ആ കെടാവിളക്ക് കണ്ട് തൊഴാം. പിന്നീട് നേരെ ആ കുറൂരമ്മേനെയും അതേപോലെ നാരദരെയും അതേപോലെ തന്നെ വസുദേവരെയൊക്കെ ആയിട്ടുള്ള അതൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിയുടെ അവിടെ വന്നിട്ട് അവിടെ ചെറിയതായിട്ടുള്ള തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് അങ്ങനെ നോക്കിയാൽ ഗോളകയൊക്കെ ഇറക്കിയിട്ട് നല്ല രസമായിട്ടുള്ള അലങ്കാരമായിട്ടുണ്ട്. 2 വിഗ്രഹം, വലിയ വിഗ്രഹമുണ്ട്, ചെറിയ ശിവേലിക്കുള്ള ആ വിഗ്രഹമൊക്കെ ഉണ്ട്. പുറത്തേക്ക് വരുമ്പോൾ ഉള്ള അതൊക്കെ ധാരാളം പൂക്കളൊക്കെ അങ്ങനെ അർച്ചന പൂക്കളൊക്കെ ഇട്ട് അമ്മ വളരെ അതീവ സുന്ദരിയായിട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ആ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിഞ്ഞു നിൽക്കാം. എന്നിട്ട്
മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും. അതിനുശേഷം നമ്മൾ നേരെ ആ കൊടിമരം നോക്കിയിട്ട് വരാം. അങ്ങനെ കൊടിമരം നോക്കിയിട്ട് വരുമ്പോൾ ആ ആൾരൂപത്തിൻ്റെ അവിടെയൊക്കെ ധാരാളം ആളുകളുണ്ട്. അതേപോലെ വിളക്ക് കത്തിക്കുന്ന നെയ്വിളക്കൊക്കെ നിറച്ച് കത്തിക്കുന്ന ധാരാളം നെയ്വിളക്കുണ്ട്. അതൊക്കെ ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. കുന്നിക്കുരുവൊക്കെ മഞ്ചാടിക്കുരുവൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴാം. ആ ബലരാമസ്വാമീനെ ഒന്നുകൂടി കാണാം. അങ്ങനെ കണ്ട് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെയും കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. അവിടെയും വന്ന് തൊഴാം. അതൊക്കെ കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെയും കണ്ട് തൊഴുക. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമീനെയും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായി വന്ന് നേരെ പടിഞ്ഞാറ് നടയിലെത്തുമ്പോൾ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കാണാം. അതുപോലെ കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്നാൽ നമ്മുടെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പടിഞ്ഞാറേ നടയിൽ കൂടെ ഇനി നമ്മൾക്ക് പോകുന്നത് ആ പൂന്താനത്തിൻ്റെ ഒരു നാരായണ ഹാളിലേക്കാണ്. അവിടെ വരുമ്പോൾ പൂന്താനത്തിനെ പറ്റിയിട്ട് പൂജിച്ചിരുന്ന ആ വിഗ്രഹം കാണാം. ആ രുദ്രതീർത്ഥത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോണ വഴിയാണ്. ആ പൂന്താനത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഒരു പൂന്താനത്തിൻ്റെ ഒരു കഥ ഇന്നിപ്പോൾ ഞാനിങ്ങനെ വായിച്ചത് ഓർമ്മ വരുന്നത്. അതെല്ലാവരും വായിച്ചതാണ്, എല്ലാവർക്കും അറിവുണ്ടാവും, എന്നാലും പറയാം. ആ മോതിരത്തിൻ്റെ ഒരു കഥ. അങ്ങനെ ഒരിക്കൽ ഇവിടുന്ന് അങ്ങാടിപ്പുറത്താണല്ലോ പൂന്താനത്തിൻ്റെ ഇല്ലം. പൂന്താനത്തിൻ്റെ ഇല്ലത്തുനിന്ന് ആ വയസ്സാം കാലത്ത് കുറച്ച് വയസ്സായി, എന്നാലും ഗുരുവായൂർ ഒന്ന് തൊഴാന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ പെരുമ്പിലാവ് എത്തുമ്പോൾ രാത്രിയാവാറായി. ആ സമയത്ത് 3-4 തടിമാടന്മാർ കള്ളന്മാർ അങ്ങനെ മൂപ്പരെ ആക്രമിച്ചു. അദ്ദേഹത്തെ ആക്രമിച്ചിട്ട് കയ്യിലുള്ളതൊക്കെ തരാൻ പറഞ്ഞു. കയ്യിലുള്ളതൊക്കെ തരാൻ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ആ ദ്രൗപദീനെയൊക്കെ ആ വിവസ്ത്രയാക്കുന്നതിൽ നിന്നൊക്കെ രക്ഷിച്ച കണ്ണാ, എൻ്റെ ഈ വൃദ്ധനെ മാത്രം രക്ഷിക്കാൻ ഇത്ര താമസം, ഇവിടെ കിടന്ന് നരയിക്കാനാണോ എൻ്റെ അതായത് കണ്ണൻ്റെ നിശ്ചയം എന്നൊക്കെ ഇങ്ങനെ വിലപിച്ച് ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് മങ്ങാട്ടച്ഛൻ്റെ ഒരു രൂപത്തിൽ ആ ഭഗവാൻ വരികയാണ്. ആ മങ്ങാട്ടച്ഛനായിട്ട് വന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ നിലംപരിശാക്കിയിട്ട് അവരെയൊക്കെ കെട്ടി കയ്യിൽ നിന്ന് വാങ്ങിയ ഇതെല്ലാം വാങ്ങിക്കൊടുത്തു, തിരിച്ചേൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ തിരിച്ചേൽപ്പിച്ചു കൊടുത്തപ്പോൾ, കാരണം ഇത്രയും വലിയ സാമൂതിരിയുടെ പടത്തലവനായ മങ്ങാട്ടച്ഛൻ വന്ന് തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനൊരു കണ്ട അതിൻ്റെ ഒരു സന്തോഷം എന്നുള്ളത് തൻ്റെ വിരലിലുള്ള ആ മോതിരം, സ്വർണ്ണമോതിരം ഊരിയിട്ട് ഇത് വാങ്ങണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വാങ്ങി എന്നിട്ട് നമസ്കരിച്ച് അദ്ദേഹത്തെ നമസ്കരിച്ചങ്ങനെ അവിടുന്ന് യാത്ര തുടർന്നു. ഇനി അപ്പോൾ അങ്ങനെ ചാട്ടുകുളം വരെ, കുന്നംകുളം കഴിഞ്ഞ് ചാട്ടുകുളം വരെ എത്തിച്ചു വിട്ടു. എന്നിട്ട് മങ്ങാട്ടച്ഛൻ പറഞ്ഞു, ഇനി വരുമ്പോൾ ഇനി ഗുരുവായൂർക്കൊന്നും വരണ്ട കേട്ടോ, ആ ഇല്ലത്തന്നെ അവിടുന്ന് ഇല്ലത്തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഗുരുവായൂരപ്പനെ അങ്ങോട്ട് എത്തിക്കോളും എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ മേൽശാന്തിക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. അതായത് നാളെ രാവിലെ നിർമ്മാല്യ ദർശനത്തിന് പൂന്താനം ഉണ്ടാവും. അപ്പോൾ പൂന്താനത്തിന് എൻ്റെ വിഗ്രഹത്തിൽ എനിക്ക് തന്ന ഒരു മോതിരമുണ്ട്, അത് പൂന്താനത്തിന് തിരിച്ചു കൊടുക്കണം കേട്ടോ എന്ന് ഭഗവത് ദർശനം. അത് കേട്ടിട്ട് ആ മേൽശാന്തിക്ക് പിന്നെ ഉറക്കമില്ലാതെയായി. വേഗം 2-2:30 ആവട്ടെ എന്നുള്ള ഉദ്ദേശത്തിലായി. അങ്ങനെ അദ്ദേഹം ഉറക്കമില്ലാത്ത ആ ഒരു സമയത്ത് വന്നിട്ട് അങ്ങനെ കുളിക കഴിഞ്ഞ് നേരെ ശ്രീകോവിൽ തുറന്നപ്പോൾ എന്താ മോതിരം കിടക്കുന്നുണ്ട്. അങ്ങനെ അന്ന് തൊഴാൻ വന്നു പൂന്താനം. ആ പൂന്താനം വന്നപ്പോൾ ഇത് അങ്ങയുടെ മോതിരാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മങ്ങാട്ടച്ഛനായിട്ട് വന്നത് തൻ്റെ ഗുരുവായൂരപ്പനാണ് എന്ന്, കണ്ണനാണ് എന്ന് പൂന്താനത്തിന് മനസ്സിലായത്. അപ്പോൾ വലിയ അറിവും ബോധമൊന്നുമില്ല, പാരമ്പര്യമൊന്നും ഇല്ലെങ്കിൽ കൂടി ആ പൂന്താനത്തിന് പച്ചയായ മലയാള കവി എന്ന് പറയാം. അത്രയും പൂന്താനത്തിൻ്റെ കവിതകൾ, അതായത് ഇതൊന്നും കേൾക്കാത്ത ആരുമില്ല.
ശ്രീകൃഷ്ണ കർണാമൃതവും എല്ലാം പൂന്താനം രചിച്ച എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെയും വായിക്കുന്നതാണ്. അത്രയും ആ ഒരു പ്രാഗൽഭ്യം ലഭിച്ചത് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം തന്നെയാണ്. അപ്പോൾ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആ ഗുരുവായൂരപ്പൻ്റെ ആ കടാക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വലിയ അനുഗ്രഹമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ കിഴക്കേ നടയിൽ മഞ്ജുളാലിൻ്റെ അവിടേക്ക് എത്തി മൂപ്പര് ആ പൂന്താനം. അങ്ങനെ വരുമ്പോൾ എന്താ അവിടുത്തെ നാട്ടുപ്രമാണികളൊക്കെ പാടെ 3-4 കരിമല്ലന്മാരെയൊക്കെ ഇട്ട് അവിടെ കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട. അപ്പോൾ എന്താ നോക്കുമ്പോൾ എന്താ തലേ ദിവസം തന്നെ ആക്രമിച്ച ആളുകളാണ്. അപ്പോൾ പൂന്താനം പറഞ്ഞു, ഇല്ല അവരെ ഇന്നെ ആക്രമിച്ച ആളുകൾ തന്നെയാണ്, പക്ഷേ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തിയില്ലേ, അപ്പോൾ അവരുടെ പാപങ്ങളെല്ലാം തീർന്നു. ഗുരുവായൂരിൽ വന്ന് എത്തിയാൽ തന്നെ ആ പാപങ്ങളെല്ലാം തീർന്നു. അവർ പശ്ചാത്താപ വിവശയായിട്ടുള്ള ആളുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ ഒന്ന് കനിവുണ്ടായിട്ട് അവരെ ഒഴിവാക്കണം, അവരെ ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് വിപ്രസത്തമനായ ആ പൂന്താനം പറയുന്നത് കേട്ട് അവിടുത്തെ ആൾക്കാർ അവരെ വെറുതെ വിട്ടു. അങ്ങനെ വെറുതെ വിട്ടപ്പോൾ അവരെന്താ പറയണേ, തിരുമേനി വളരെ നന്ദി, എല്ലാം ഗുരുവായൂരപ്പൻ്റെ നിശ്ചയം, ഞങ്ങളിനി അങ്ങനെ കക്കാനും പിടിച്ചു പറിക്കാനൊന്നും പോവില്ല എന്ന്. കാരണം ഗുരുവായൂരിൽ എത്തിയാൽ മതി എന്നാണ് ഇതിൽ നിന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഗുരുവായൂരിൽ എത്തിയാൽ എല്ലാ പാപങ്ങളും ആ ഗുരുവായൂരിൽ സമർപ്പിച്ചു, കണ്ണനിൽ സമർപ്പിച്ചു, ഗുരുവായൂരപ്പൻ ഏറ്റെടുത്തു, നമ്മളെ പുതിയ ഒരു നല്ല മനുഷ്യനാക്കിയിട്ട് എന്താ പറയുക സൽക്കർമ്മങ്ങളുടെ ഉടമയാക്കിയിട്ട് നമ്മളെ തിരിച്ചയച്ചു എന്നാണ് ഈ കഥയിലെ സാരാംശം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഗുരുവായൂരെത്താനും ഗുരുവായൂരപ്പൻ്റെ ദർശനം ലഭിക്കാനും ഒക്കെയുള്ള ആ ഭാഗ്യം, മഹാഭാഗ്യം ഗുരുവായൂരപ്പൻ കനിഞ്ഞു നൽകട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മൾ പൂന്താനത്തിൻ്റെ അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ ഭഗവതി നടയിൽ വന്ന് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. നേരെ വന്ന് ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ബലരാമസ്വാമി ഒന്നുകൂടി കാണാം, കണ്ട് തൊഴുത് പിന്നെ അവിടുന്ന് തെക്കേ നടയിലുള്ള കൂവളത്തിനെ നോക്കാം. കൂവളത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനെയും അതേപോലെ പാർവതി ദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് മഹാദേവൻ്റെയൊക്കെ പ്രാർത്ഥന നമ്മളിലേക്ക് എത്തും, ആ അനുഗ്രഹം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. എന്നെ ഏത് സമയത്താണോ ശ്രവിക്കുന്നത് ആ സമയത്ത് ഗുരുവായൂരാണെന്ന് ചിന്തിച്ചുകൊണ്ട് ശ്രവിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.